ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാളെ ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ചയും കാർത്തിക നക്ഷത്രവും ഒപ്പം തന്നെ ത്രിപുഷ്കര യോഗവുമുള്ള ഒരു ദിവസമാണ്. നാളത്തെ ദിവസം നിങ്ങളുടെ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടാൻ വേണ്ടി മുരുക ഭഗവാന് ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. അതുമാത്രവുമല്ല, ഞാൻ ഇതിനു മുൻപ് മുരുക ഭഗവാന് ചൊല്ലി സമർപ്പിക്കേണ്ടുന്ന ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. വെറ്റില ദീപം, തുവരപ്പരിപ്പ് ദീപം, 6 ദിവസം സ്കന്ദഷഷ്ഠി കവചം ചൊല്ലേണ്ടുന്നത്, അതുപോലെ തന്നെ വേൽമാറൽ, സ്കന്ദഗുരു കവചം, ഇവയൊക്കെ ചൊല്ലി ഒരുപാട് ഫലം കിട്ടിയവരുടെ അവരൊക്കെ എനിക്ക് കമൻസും ഇടാറുണ്ട്. ആ കമൻസൊക്കെ ഞാൻ ഇന്ന് നിങ്ങളെ ഇവിടെ കാണിക്കുന്നുമുണ്ട്. ഞാനിതെല്ലാം പോസ്റ്റ് ചെയ്യാറുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ. ഞാൻ എന്തുകൊണ്ട് ഇത് കാണിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെയായിട്ടും നിങ്ങൾ ആരും ഇത് ചെയ്തു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പേടി ഇത് ചെയ്യാൻ മനസ്സിലുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരുടെയൊക്കെ ആ ഒരു മടി മാറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളവർക്ക് ഓരോ രീതിയിൽ ഭഗവാൻ എന്തെങ്കിലുമൊക്കെ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്തു കൊടുക്കാറുണ്ട്. അതൊക്കെ കാണുമ്പം എനിക്കും ഒരുപാട് സന്തോഷവും തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുമാത്രവുമല്ല, ഞാൻ പറഞ്ഞു നാളെ വെളുത്ത പക്ഷത്തിൽ വരുന്ന കാർത്തിക നക്ഷത്രം, ഒപ്പം തന്നെ ചൊവ്വാഴ്ച. അതുകൊണ്ടാണ് ഞാൻ നാളെ ഇതെല്ലാം ചെയ്യാൻ ഏറ്റവും ഉത്തമമായൊരു ദിവസമാണ് എന്ന് പറഞ്ഞത്. കാരണം നമ്മൾ ആദ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പൂജകൾ ചെയ്യുമ്പോൾ വെളുത്ത പക്ഷത്തിൽ ചെയ്തു തുടങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം. എന്താണ് ചേച്ചി വെളുത്ത പക്ഷത്തിൻ്റെ പ്രത്യേകത എന്ന് അറിയാത്ത കുറച്ച് പേർ ചോദിച്ചിരുന്നു. അവർക്കായിട്ട് പറയാം. കാർത്തവാവ് കഴിഞ്ഞ് പൗർണമി വരെ വരുന്ന 15 ദിവസത്തെയാണ് നമ്മൾ വെളുത്ത പക്ഷമെന്ന് പറയുന്നത്. ആ സമയത്ത് ചന്ദ്രൻ ഓരോ ദിവസവും വലുതായി പൗർണമി എത്തുമ്പോൾ പൂർണ്ണചന്ദ്രനാകും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ലൈഫിൽ വളരണം, പെരുകണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പൂജകളൊക്കെ ചെയ്യുവാണെങ്കിൽ ഈ വെളുത്ത പക്ഷത്തിൽ ആദ്യമായി ചെയ്തു തുടങ്ങുന്നതാണ് ഏറ്റവും നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് വെളുത്ത പക്ഷത്തിൽ ഇത് ചെയ്തു തുടങ്ങണം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണവും. ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാണേണ്ടവർക്ക് കയറി കണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവർക്കും അറിയാം, ചൊവ്വാഴ്ച, കാർത്തിക നക്ഷത്രം ഇവയൊക്കെ ഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണ് എന്നുള്ളത്. ഭഗവാന്റെ നാള് കാർത്തികയാണോ എന്നൊരാൾ എന്നോട് ചോദിച്ചിരുന്നു. അല്ല, 6 കാർത്തിക പെൺകുടികൾ ഭഗവാനെ എടുത്തു വളർത്തിയത് കൊണ്ടാണ് ഭഗവാന് കാർത്തിക നക്ഷത്രം വളരെ പ്രിയപ്പെട്ടതായതും കാർത്തികേയൻ എന്നുള്ള നാമധേയം ഭഗവാന് വന്നതും. കാർത്തിക നക്ഷത്രത്തിൽ ചെയ്യേണ്ടുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു പൂജയെപ്പറ്റി ഞാൻ തൈകൃത്തിക, അതായത് മകരമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ അതിനെപ്പറ്റി ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അത് കാണേണ്ടവർക്കും നോക്കിയാൽ മതിയാവും. നമ്മുടെ പ്ലേലിസ്റ്റിൽ മുരുക പൂജ എന്ന് പറഞ്ഞ് ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ മുരുക ഭഗവാന്റെ വീഡിയോസും കിട്ടുന്നതാണ്. അങ്ങനെ കയറി നോക്കിയാലും ഇവയെല്ലാം വളരെ എളുപ്പത്തിൽ ലഭ്യമാകുന്നതാണ്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ ചെയ്യേണ്ടുന്ന മുരുക ഭഗവാന് ചെയ്യേണ്ടുന്ന വളരെ എളുപ്പത്തിൽ എന്നാൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പൂജയെ പറ്റിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഞാനിതിനു മുൻപും ത്രിപുഷ്കര യോഗത്തിൻ്റെ ആ ഒരു പ്രത്യേകതയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ത്രിപുഷ്കര യോഗ സമയത്ത് ചെയ്ത് ഫലം കിട്ടിയവരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാനതെല്ലാം പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാം വീഡിയോസിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. അതുകൊണ്ടാണ് ഇവിടെ ഞാനിതൊന്നും കാണിക്കാത്തത്. അപ്പം നാളെ ഇത് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് ചൊവ്വാഴ്ച ചൊവ്വാഹോരയിലാണ്. ചൊവ്വാഹോര എന്ന് പറയുന്നത് രാവിലെ 6 മണി മുതൽ 7 മണി വരെ, ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയും, രാത്രി 8 മണി മുതൽ 9 മണി വരെയുള്ള ആ ഒരു സമയത്താണ്. അതിൽ തന്നെ ത്രിപുഷ്കര യോഗം വരുന്ന സമയത്ത് നമ്മളിത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ത്രിപുഷ്കര യോഗം നാളെ തുടങ്ങുന്നതും അവസാനിക്കുന്നതും എപ്പോഴാണെന്ന് നോക്കിയിട്ട് എങ്ങനെയാണ് നമ്മൾ ആ പൂജ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ത്രിപുഷ്കര യോഗം ആരംഭിക്കുന്നത് നാളെ ചൊവ്വാഴ്ച രാവിലെ 6:08 മുതൽ അവസാനിക്കുന്നത് വൈകുന്നേരം 5:31 കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പൂജ ചെയ്യാൻ ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് രാവിലെ 6 മുതൽ 7 മണി വരെ വരുന്ന ചൊവ്വാഹോരയും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ വരുന്ന ചൊവ്വാഹോരയുമാണ്.
അതുമാത്രവുമല്ല, കാർത്തിക നക്ഷത്രം വരുന്നത് അന്ന് വൈകിട്ട് 6:45 വരെയാണ്. അതുകൊണ്ട് തന്നെ രാവിലെയും ഉച്ചയ്ക്കുമാണ് നല്ല സമയം ചെയ്യാൻ. ഇനിയിപ്പം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണാൻ താമസിച്ചു പോയി, അതുപോലെ തന്നെ ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ രാത്രിയിൽ 8 മുതൽ 9 മണി വരെ വരുന്ന ചൊവ്വാഹോര സമയത്തും ചെയ്യാവുന്നതാണ്. ഏത് സമയത്ത് ചെയ്താലും നല്ല ഫലം ലഭിക്കുമെന്നുണ്ടെങ്കിലും ത്രിപുഷ്കര യോഗവും കാർത്തിക നക്ഷത്രവും ആ ഒരു 3 സമയം കൂടിയിട്ട് ഇണങ്ങി വരുന്നൊരു സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അധികം ഫലം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ഈ ഒരു പൂജ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ കഴിവതും നോൺ വെജ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി അങ്ങനെയല്ല, ഞങ്ങൾക്ക് നോൺ വെജ് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരാരായിരുന്നാലും അവർക്ക് ഇത് ചെയ്തതിന് ശേഷം നോൺ വെജ് കഴിക്കാവുന്നതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പൂജ ചെയ്യുന്നത് എന്ന് നോക്കാം. പൂജ എന്നൊന്നും പറയാനില്ല, വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. എല്ലാവരുടെയും വീട്ടിലുള്ളത് മുരുകഭഗവാന്റെ ഫോട്ടോ, വിഗ്രഹം എന്താണോ ഉള്ളത്, ഒന്നെങ്കിൽ അത് തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് ഭഗവാന് പൂക്കൾ ചാർത്തുക. ഇനിയിപ്പം അങ്ങനെയല്ല, അഭിഷേകം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഭഗവാന്റെ വേലിന്, ഭഗവാന്റെ വിഗ്രഹത്തിനൊക്കെ അഭിഷേകം ചെയ്യാവുന്നതാണ്. പിന്നെ ഭഗവാന് സമർപ്പിക്കാനായിട്ട് വേണ്ടത് തേനാണ്. തേൻ സമർപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ ഒരു പൂജയിൽ. അങ്ങനെയല്ല, നിങ്ങളുടെ കയ്യിൽ തേനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അത് സമർപ്പിക്കാം. കൽക്കണ്ടം, പഴം, അങ്ങനെ എന്ത് സാധനമാണോ കയ്യിലുള്ളത് അത് സമർപ്പിച്ചാൽ മതിയാവും. അപ്പം ഭഗവാന്റെ വേല് അല്ലെങ്കിൽ വിഗ്രഹം എന്തായാലും അത് ശുദ്ധമാക്കി പൂക്കളൊക്കെ ചാർത്തിയതിന് ശേഷം, ഇപ്പോൾ ഒരുപാട് പേര് ചൊവ്വാഴ്ചകളിൽ വെറ്റില ദീപവും ഷഡ്കോണ ദീപവും തുവരപ്പരിപ്പ് ദീപവും ഒക്കെ കൊളുത്താൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ദീപം തന്നെ ധാരാളമാണ്. അങ്ങനെയല്ല, ഇതൊന്നും കൊളുത്താത്തവരാണെന്നുണ്ടെങ്കിൽ ഭഗവാന് മുൻപിൽ ഒരു നെയ്ദീപം കൊളുത്തി വെക്കണം. നെയ്ദീപം തന്നെ വേണോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നെയ്ദീപത്തിന് വളരെയധികം ശക്തിയുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ആഗിരണം ചെയ്യാനായിട്ടുള്ള ആ പ്രാർത്ഥനകൾ നമുക്ക് നടത്തിത്തരാനുള്ള ഒരു കഴിവ് നെയ്ദീപത്തിനുള്ളത് കൊണ്ടാണ് നെയ്ദീപം തന്നെ കൊളുത്തണമെന്ന് പറയുന്നത്. ഇനി നെയ്യില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണ ദീപവും കൊളുത്താവുന്നതാണ്. ഭഗവാന് മുൻപിലായിട്ട് കിഴക്കോട്ട് ജ്വാല വരത്തക്ക വിധം ഒരു ദീപം കൊളുത്തി വെച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ഭസ്മമുണ്ടെങ്കിൽ ഭസ്മം എടുക്കാം. അങ്ങനെയല്ല, കുങ്കുമമാണുള്ളതെങ്കിൽ കുങ്കുമം എടുക്കാം. ഇത് രണ്ടും ഈ ഒരു ദിവസം ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഭസ്മം എന്ന് പറയുന്നത് ഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണ്. കുങ്കുമം എന്ന് പറയുന്നത് ചൊവ്വാഗ്രഹത്തിന് വളരെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതിൽ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുത്താൽ മതി. ഇനി ഇത് രണ്ടുമുണ്ട്, എന്തെടുക്കണം എന്നൊരു കൺഫ്യൂഷൻ വന്നാൽ ഭസ്മം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച്. എന്നിട്ട് ആ കത്തിച്ച് വെച്ച ദീപത്തിന് മുൻപിലായിട്ട് ഒന്നെങ്കിൽ ഒരു ബ്രാസിൻ്റെ കുഞ്ഞു പ്ലേറ്റ് വെക്കാം, അല്ലെങ്കിൽ വെറ്റില വെക്കാം, അതുമല്ലെങ്കിൽ വാഴയില. ഈ മൂന്നിൽ എന്താണോ ഉള്ളത് അത് വെക്കാം. പ്ലാസ്റ്റിക്കും സ്റ്റീലും ഒന്നും എടുക്കരുത്. അത് വെച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം 36 തവണ ചൊല്ലി ഭസ്മം കൊണ്ടോ കുങ്കുമം കൊണ്ടോ ഭഗവാന് അർച്ചന ചെയ്യുക. അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഈ വിളക്ക് കൊളുത്തിയതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം അതെന്താണോ ഭഗവാന് മുൻപിൽ 2 കൈകളും കൂപ്പി എത്രയും പെട്ടെന്ന് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അതിനുശേഷം എനിക്ക് ഇത്രയും നാളും നിങ്ങൾ ചോദിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഭഗവാൻ നിങ്ങൾക്ക് സാധിച്ചു തന്നിരിക്കുമല്ലോ, ആ ഒരു കാര്യത്തിന് ഭഗവാന് നന്ദിയും പറയുക. അതിനുശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം 36 തവണ ചൊല്ലി ഒരല്പം കുങ്കുമം അല്ലെങ്കിൽ ഒരല്പം ഭസ്മം എടുത്ത് ഓരോ തവണയായിട്ട് ഈ മന്ത്രം ചൊല്ലി ഭഗവാൻ അർച്ചന ചെയ്യുക. ഒരുപാടൊന്നും എടുക്കരുത്, അല്പം എടുത്ത് അർച്ചന ചെയ്താൽ മതിയാവും. അർച്ചന ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു കുങ്കുമം എന്തെങ്കിലും ഒരു ബോട്ടിലിട്ട് സൂക്ഷിച്ച് വെക്കാം. എല്ലാ ദിവസവും നിങ്ങൾക്കത് നെറ്റിയിൽ തൊടാവുന്നതാണ്. അത്രമാത്രം ഭഗവാന് നമ്മൾ അർച്ചന ചെയ്ത ആ ഒരു കുങ്കുമത്തിന് അത്രമാത്രം പവറുണ്ട്. അതുകൊണ്ടാണ് അത് സൂക്ഷിച്ച് വെക്കണമെന്ന് പറയുന്നതും എല്ലാ ദിവസവും അത് തൊടണമെന്ന് പറയുന്നതും. അതൊരു പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ അത് സഹായിക്കും. അപ്പം മന്ത്രം എന്താണെന്ന് നമുക്ക് നോക്കാം. മന്ത്രം ഇതാണ്: ത്രിപുര സംഹാര പ്രചണ്ഡ സ്കന്ധായ നമഃ. ത്രിപുര സംഹാര പ്രചണ്ഡ സ്കന്ധായ നമഃ. ഞാൻ സ്കന്ദഗുരു കവചം, അതുപോലെ വേൽമാറിൽ സ്കന്ദഷഷ്ഠി കവചമൊക്കെ പറഞ്ഞു തന്നിരുന്ന സമയത്ത് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ പ്രാർത്ഥിച്ച് അവസാനം ആ വേല് നമ്മുടെ മുൻപിലെത്തും, ഭഗവാനും നമ്മുടെ മുമ്പിലെത്തും. അതിന് നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. ആ ഒരു വിശ്വാസം നമുക്കുണ്ടായാൽ എന്തൊരു മലയും നിഷ്പ്രയാസം നമുക്ക്
കീഴടക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഭഗവാന്റെ സംരക്ഷണവും ആ ഒരു അനുഗ്രഹവും നമുക്ക് ലഭിക്കുമെന്നുള്ള കാര്യം ഇവിടെ പ്രചണ്ഡ സ്കന്ധായ നമ. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പിക്ചറാണ് പ്രചണ്ഡ സ്കന്ധൻ, അതായത് മുരുക ഭഗവാൻ എന്ന് പറയുന്നത്. അതായത് ഒരു സൈഡിൽ അഗസ്ത്യ മുനിയും അതുപോലെ ത്രിപുര സംഹാര താണ്ഡവമൂർത്തി അവതാരത്തിലാണ് ഭഗവാൻ. അതായത് ത്രിപുര സംഹാര താണ്ഡവമൂർത്തി എന്ന് പറയുന്നത് ശിവഭഗവാനാണ്. ശിവഭഗവാന്റെ അതേ രൂപത്തിൽ ദർശനമെടുത്തതാണ് ശ്രീ ത്രിപുര സംഹാര പ്രചണ്ഡ സ്കന്ധ മുരുകൻ എന്ന് പറയുന്നത്. അഗസ്ത്യാർ ആശ്രമത്തിന് മുൻപിലായിട്ട് അഗസ്ത്യ മുനിക്കാണ് ഭഗവാൻ ഇതുപോലെ ദർശനം കൊടുത്തത്. അതായത് ഭഗവാന് 16 കൈകൾ ഉണ്ടായിരുന്നു. ദേവാസും ഡയറ്റീസും കൂടെ ഉണ്ടായിരുന്നു. 51 മഹർഷീസ്, അതുപോലെ തന്നെ കൗണ്ട്ലെസ് ആയിട്ടുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര സിദ്ധന്മാരെയെല്ലാം ഭഗവാൻ ആഭരണങ്ങളായിട്ട് ധരിച്ചിരുന്നു. അതേപോലെ ഈ പറഞ്ഞ 21 ദേവന്മാരെയും ഡയറ്റീസിനെയും ഭഗവാന്റെ വെപ്പൺസ് ആയിട്ടാണ് കയ്യിൽ വെച്ചിരുന്നത്, അതായത് ഭഗവാൻ ആയുധങ്ങളായിട്ട്. കൂടാതെ ദേവി ത്രിപുരസുന്ദരിയും ഭഗവാനോടൊപ്പം ഈ ഒരു ദർശനത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ദർശനമാണ് ഈ ത്രിപുര സംഹാര പ്രചണ്ഡ സ്കന്ധ മുരുകൻ എന്ന് പറയുന്നത്. പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഞാൻ ഈ പറഞ്ഞതുപോലെ ഭസ്മം കൊണ്ടോ കുങ്കുമം കൊണ്ടോ അർച്ചന ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ആഗ്രഹം പറഞ്ഞാണോ ഇത് പ്രാർത്ഥിക്കുന്നത് ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് ഭഗവാൻ സാധിച്ചു തരുന്നതായിരിക്കും. അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള, അതായത് വിശ്വരൂപ ദർശനം എന്ന് പറയുന്നത് പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഈ ഒരു ദർശനവും. എല്ലാവരും കഴിയുന്നതും ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.